ഇതാണ് നമ്മുടെ വെന്യൂ ഫുൾ ഓപ്ഷൻ, എക്സസ് ഓപ്ഷൻ, DCT ട്രാൻസ്മിഷനുള്ള ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് ക്രോം ഗ്രിൽസ് ആയിരിക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. അതുപോലെ തന്നെ 3D ഡിസൈനിലുള്ള ഹിൻഡാൻ്റെ ലോഗോ വരും. നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ് ലാമ്പ് ആയിരിക്കും വരുന്നത്. നമുക്കൊരു DRLസും വരും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് 16 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആയിരിക്കും വരണേ. നമുക്ക് സൈഡിൽ മിറർ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ വരും. മിറർ എന്താണ് ഫോൾഡിംഗ് ആണ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിരിക്കും ഇലക്ട്രിക്കലി. നമുക്ക് ക്രോം ഹാൻഡിൽസ് വരും, ഡോർ ഹാൻഡിൽസ് വരും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് ഒന്നതിൽ കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് എന്തായിരിക്കും കണക്റ്റഡ് ആയിരിക്കും വരുന്നത്. നമുക്ക് ബാക്കിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരും. മേളിലാവുമ്പോൾ ഷാർഫിൻ്റെ ആൻറ്റി ഉണ്ടാവും, റൂഫ് റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് സീക്വൻസിങ് ആയിരിക്കും വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാവരും. നമുക്കിപ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും വരുന്നത്. അതിൽ സാറിന് പവർ വിൻഡോസ് എല്ലാം പവർ വിൻഡോസ് ആയിരിക്കും. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ഹോൾഡിങ്ങും ഫോൾഡബിൾ ബട്ടൺ എല്ലാം വരും. നമുക്ക് അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കും വരണേ. നമുക്ക് ഹെഡ്ലൈറ്റ്, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റും എസ്കോർട്ടിംഗ് ഫംഗ്ഷൻ എല്ലാം വരും. നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ കൺട്രോൾ കീസ് എല്ലാം വരും. നമുക്ക് എന്താ തന്നെ അഡാസിൻ്റെ ലെവൽ 1 അഡാസ് വരും. അതേപോലെ തന്നെ നമുക്ക് എന്തൊരു സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ വരും. നമുക്ക് മെനു ബട്ടൺ കാര്യങ്ങളെല്ലാം വരും. ഇപ്പുറത്ത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ്, മൈക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ ചെയ്യാൻ പറ്റുന്ന 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനായിരിക്കും വരുന്നത്. ഉള്ളിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഡ്രൈവ് മോഡ്സ് ഉണ്ടാവും, 3 മോഡുകൾ ഉണ്ടാവും നമുക്ക് ക്ലസ്റ്ററിൽ വരുമ്പോൾ. ഇതാണ് നമ്മുടെ മെയിൻ ഇൻറ്റീരിയർ ആയിട്ട് വരുന്നത്. സീറ്റ് എല്ലാം ഫാബ്രിക് ആയിരിക്കും. ഓക്കെ, ഇതാണ് ബാക്ക് സീറ്റ് വരുന്നത്. ബ്ലൂ ലിങ്ക് ഓപ്ഷൻ എല്ലാം നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് ബാക്കിൽ സ്പേസ് വരുന്നത്, ഇങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 355 ലിറ്റേഴ്സ് ഉള്ള ബൂട്ട് സ്പേസും കിട്ടും. നമുക്ക് പാർസൽ ട്രേ എല്ലാം ഉണ്ടാവും. നമുക്ക് സ്പെയർ വീൽ എല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും. ഹസാർഡസ് ട്രയാങ്കിൾ, ബാക്കി ജാക്കറ്റിങ് കാര്യങ്ങളുണ്ടാവും.